ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും. അപ്പം നമ്മളൊരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വ്ളോഗ് കുറച്ചുകൂടെ പെർഫെക്റ്റ് ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീഡിയോ മാനൊക്കെ ക്യാമറമാനൊക്കെ പുറത്തിറങ്ങിയിരിക്കണേ. അപ്പം സൺഡേ ആയതുകൊണ്ട് തന്നെ എല്ലാവരും വീട്ടിലുണ്ട്. അപ്പം സൺഡേ ആയതുകൊണ്ട് തന്നെ കുറച്ച് സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ വിചാരിച്ചു. എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ഒന്ന് നോമ്പറക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. ആളെ വീഡിയോയിൽ കാണിക്കരുത് എന്ന് ഓൾറെഡി ഓള് പറഞ്ഞിരിക്കണം, അപ്പോൾ എനിക്ക് കാണിക്കാൻ പറ്റില്ല. അപ്പം നമുക്ക് ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മള് രണ്ട് മൂന്ന് വ്ളോഗ്, ഇപ്പൊ എത്ര വ്ളോഗ് ഇട്ട്, ടോട്ടൽ 4 വ്ളോഗ് ഇട്ടിട്ട് ഈ 4 വ്ളോഗും കണ്ടിട്ട് എല്ലാവരും നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ട് ഞാൻ വരെ സത്യം പറഞ്ഞാല് അത്ഭുതം, എന്താ പറയാ, ആ ഞാനിങ്ങനെ ഞെട്ടിപ്പോയി. ഞാൻ അങ്ങനെ എക്സ്പെക്ട് ചെയ്യണില്ലല്ലോ. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാവർക്കും ഇഷ്ടമുണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ വ്ളോഗ്സിലൊക്കെ ഒറ്റക്കായിട്ട് എടുക്കുന്നതുകൊണ്ട് കുറച്ച് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. നമ്മൾ ബെറ്റർ ആക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നത് കുറച്ച് ബെറ്റർ ആയിട്ട് വരുന്നുണ്ട് എന്നാണ്. അപ്പൊ നമ്മളെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണാം. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിടുക, കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. എന്തെങ്കിലും വീഡിയോസ് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ പറയുക. അതേപോലെ ടിപ്സ് ഒക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞുതരാം, നമ്മൾ അതൊക്കെ സെറ്റ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ പുതിയൊരു വീഡിയോ കാണാം. നമ്മളിന്ന് കിച്ചണ് നൈസ് ആയിട്ടൊന്ന് ഞാനൊന്ന് ഒതുക്കി വെച്ചിക്കണേ. പിന്നെ ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ ഇത്രയും കാലം അലൂമിനിയം ഫോയിൽ പേപ്പർ ഒട്ടിച്ചിരുന്നത്. അപ്പൊ നമ്മള് ഇതേപോലത്തെ ഇതിക്ക് മാച്ച് ആവുന്ന ഒരു പേപ്പർ വാങ്ങിച്ചിട്ട് അത് ഇവിടെ ഒട്ടിച്ചിരിക്കണം. ഇത് എന്തിനാ ഒട്ടിക്കണ വെച്ചാൽ എന്തായാലും ഇത് തെറിക്കും. പിന്നെ നമ്മൾ ഇവിടുന്ന് അപ്പാർട്ട്മെന്റ് ഷിഫ്റ്റ് ചെയ്ത് പോകുമ്പോൾ, അതായത് ലാസ്റ്റ് നമ്മൾ ഇവിടുന്ന് ഇത് കൊടുത്തു പോകുന്ന സമയത്ത് പെയിന്റ് വരെ പോയവർ നമ്മൾ പൈസ കൊടുക്കേണ്ടി വരും. നമ്മൾ ഡെപ്പോസിറ്റ് കൊടുക്കും, ആ ഡെപ്പോസിറ്റ് തിരിച്ചിട്ടില്ല. അത് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്, തരാതിരിക്കാൻ വേണ്ടിയിട്ട് ഓണേഴ്സ് പല പ്രശ്നങ്ങളും ഉണ്ടാക്കും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ഇങ്ങനെ പ്രോപ്പർ ആയിട്ട് ചെയ്യണത്. പിന്നെ എന്തെങ്കിലും പറഞ്ഞ പോലെ നമ്മൾ ഷീറ്റ് മാറ്റിട്ടോ, ഷീറ്റ് നമ്മൾ മാറ്റിക്കണം. പറ്റുന്ന പോലെയൊക്കെ നമ്മൾ കിച്ചണൊക്കെ ഒന്ന് എസ്തറ്റിക് ആക്കാൻ ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ ഒന്നും നടക്കില്ല. കാരണം ഇവിടെ ഷെൽഫ് ഇല്ലാത്തതാണ് ഭയങ്കര വലിയ പ്രശ്നം. ഇപ്രാവശ്യം റെന്റ് വാങ്ങാൻ വേണ്ടി ഊപ്പര് വരുമ്പോ എന്തായാലും വെച്ചാൽ പറയണം. എനിക്ക് യൂട്യൂബ് ഉണ്ട്, ഞാൻ പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങിയൊക്കെ പറയാം, ആളൊന്ന് മോട്ടറാക്കിയിട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് ഇന്ന് നമ്മൾ എന്താ പ്ലാൻ എന്താ വെച്ചാല്, എനിക്ക് കായ്പോള ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ ഇന്നലത്തെ ബീഫ് ബാക്കിയുണ്ട്. അപ്പൊ ആ ബീഫിനെ നമുക്ക് റോസ്റ്റ് ചെയ്തിട്ട് റൈസ് നമുക്ക് ചിക്കൻ ഇട്ടിട്ട് എന്തെങ്കിലും കപ്സ പോലത്തെ എന്തെങ്കിലും റൈസ് ആക്കാം. പിന്നെ നമുക്ക് ചിക്കൻ വെച്ചിട്ട് ഞാൻ ഇറച്ചി കേക്കോ അല്ലെങ്കിൽ ബ്രെഡ് വെച്ചിട്ട് ഇറച്ചി വെച്ചിട്ടുള്ള പോള ഉണ്ടാക്കില്ല, അതോ ഉണ്ടാക്കാനാണ് വിചാരിക്കുന്നത്. നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ എന്തൊക്കെ ഉണ്ടാക്കും, എങ്ങനെയൊക്കെ ഉണ്ടാക്കാന്നൊക്കെ കാണാം. അപ്പൊ നമ്മൾ ഇന്ന് കായ്പോള ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പോണത്. അപ്പോൾ എൻ്റെ ഉമ്മന്റെ നാട്, അതായത് വല്യമ്മാന്റെ നാട് കണ്ണൂരാണ്. അപ്പൊ വല്യമ്മ ഉമ്മയൊക്കെ ഉണ്ടാക്കുന്ന ടൈപ്പ് ഓഫ് കായ്പോളയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ആ ഒരു റെസിപ്പിയാണ് ഞാൻ എപ്പോഴും ഫോളോ ചെയ്യല്. പിന്നെ ഇവിടെ നമുക്ക് നേന്ത്രപ്പായം കിട്ടാത്തതുകൊണ്ട് നമ്മൾ റോബസ്റ്റ് പായം വെച്ചിട്ടാണ് കായ്പോള ഉണ്ടാക്കുന്നത്. നാട്ടിലാണെങ്കിൽ റോബസ്റ്റ് പായം വെച്ചിട്ട് ഉണ്ടാക്കുക. അപ്പൊ നെയ്യിൽ വാട്ടം, നമ്മളതൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട്. ഇതാവുമ്പോൾ നമുക്ക് സോഫ്റ്റ് ആകാൻ വേണ്ടി നെയ്യിൽ വാട്ടേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നമുക്ക് മൈദയും പാലും മുട്ടയും പഞ്ചസാരയാണ് വേണ്ടത്, കുറച്ച് ഏലക്കായ. അപ്പൊ ഞാൻ ഈ മുട്ടയും പാലും മൈദയും പഞ്ചസാരയും കുറച്ച് ഉപ്പും ഏലക്കായ ഇട്ടിട്ട് നമ്മൾ മിക്സിയിൽ അടിച്ചിട്ട് ആ ഒരു മിക്സ് ഉണ്ടാക്കി അതിലേക്ക് നമ്മളെ പഴം കട്ട് ചെയ്തിട്ടിട്ട് ഞാൻ നെയ്യിൽ കേക്ക് പോലെ ആക്കി എടുക്കുക ചെയ്യാം, പോള പോലെ ആക്കി എടുക്കുക ചെയ്യാം. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോണത്. അപ്പൊ നമുക്ക് അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു 3-4 മുട്ട എടുക്കാം, ചിലപ്പം തികഞ്ഞില്ലെങ്കിലോ. പിന്നെ നമ്മളെ ലക്ഷ്മി ബാക്ക്ഗ്രൗണ്ടിൽ എന്തൊക്കെയോ തിന്നോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്ന കോഴിയാടെയാണ് തിന്നണേന്നാണ്. ഇപ്പൊ നാട്ടിൽ നിന്ന് കൊടുത്തയച്ച കോഴിയാട ഉണ്ട്, അതവിടെ ഇരുന്ന് തിന്നുന്നുണ്ട്. ഇന്ന് സീനാണ് ഗൈസ്. വീഡിയോ എടുക്കാൻ ആൾക്കാര്, ഹെൽപ്പ് ചെയ്യാൻ ആൾക്കാര്, എല്ലാത്തിനും ആൾക്കാരാ. എന്നിങ്ങനെ ആണെങ്കിൽ അയ്യോ, ഇന്നലെ അഫി മുട്ട പൊട്ടിക്കണ വീഡിയോ കണ്ടിട്ട് ഞാൻ കുറെ ചിരിച്ചതായിരുന്നു ഹനാന്റെ വീഡിയോയില്. ഇതിപ്പോ അതേപോലെ അതിന്റെ ഡ്രസ്സിലൊക്കെ തെറിച്ചു. പിന്നെ എന്താ അറിയില്ല, എനിക്കൊരു ചുരിദാർ ഇടാനുള്ള വൈബായിരുന്നു. അപ്പൊ ഞാൻ നാട്ടിൽ നിന്ന് എന്നോ പണ്ട് കൊണ്ടുവന്ന ഒരു ടോപ്പൊക്കെ ഇട്ടിട്ടാണ് ഇന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നിക്കണേ. നമ്മളൊരു 3 മുട്ടയും കയ്യുമൊക്കെ ആയിട്ട് ഇത് തുറക്കാൻ പറ്റില്ല. അത് എനിക്ക് കാലുവേദന ആയിട്ടാണ് ഞാൻ കാലിൽ സോക്സ് ഇട്ടേ. നല്ല വേദന ഉണ്ട്. അപ്പൊ എനിക്ക് എയർസ്റ്റാന്റെ ഫ്ലൈറ്റിൽ നിന്ന് ഫ്രീ ആയിട്ട് കിട്ടിയ സോക്സ് ആണ്. ഇതെങ്ങനെ തുറക്കുക? ഇത് തുറന്നു തരുമോ? സോറി ഗൈസ്, എനിക്ക് പാലിന് കുപ്പി തുറക്കാൻ പറ്റില്ല, അടപ്പ്. നമുക്ക് ആവശ്യത്തിന് മൈദ ഇട്ട് കൊടുക്കാം. താങ്ക് യു. പിന്നെ പഞ്ചസാര നിങ്ങൾക്ക് എത്ര മധുരം വേണം അതിനനുസരിച്ച് ഇട്ടു കേട്ടോ. ഞാനൊരു 3-4 ചിലപ്പോൾ 5 ഒക്കെ ഇടും, കാരണം എനിക്ക് നല്ല മധുരം ഇഷ്ടം.
പിന്നെ ബനാന എനിക്ക് തോന്നണ കുറച്ച് മധുരം ഉണ്ട് എന്നാണ്. പിന്നെ നമുക്കൊരു 2 ഏലക്കായും കൂടി ഇടാം. നമുക്കിതൊന്ന് അരച്ചെടുക്കാം. നമുക്ക് തോന്നുന്ന പാല് കുറവായിരിക്കും ഇതിനാ. ഇപ്പൊ ഇത് അടിയിലിടാം. ഇതൊക്കെ ഇവിടുന്ന് വാങ്ങിയ മിക്സി. ഇവിടുന്ന് വാങ്ങിയ മിക്സിയിലൊക്കെ നല്ല വെള്ളം ഒഴിക്കണം, എന്നാലേ ഇതൊക്കെ അടിയുള്ളൂ. ഇതൊന്നും അടിയില്ല. നമുക്കിതൊന്ന് മിക്സിയിൽ അടിച്ചിട്ട് പേസ്റ്റ് ആക്കി എടുക്കാം. എന്തൊരു തെറിച്ച് ഇന്ന് മൊത്തം ഒരു മുട്ട മണയിക്കാരെ തന്നെ. അല്ലെങ്കിലേ മുട്ട കണ്ണിൻ്റെ വരെ കണ്ടു. നമ്മള് ഇതുണ്ടാക്കി വെച്ചാണ്, മാവ് ഉണ്ടാക്കിക്കണം. നമുക്ക് ഇനി ഇതൊരു പാത്രത്തിൽ ഒഴിച്ചിട്ട് ഇതിക്ക് നമുക്ക് പഴം കൂടെ കട്ട് ചെയ്തിട്ട് കുറച്ച് നെയ്യിൽ പാൻ ചൂടാക്കി നെയ്യ് ഇട്ടിട്ട് നമുക്ക് ഇത് മിക്സിയിൽ ഒഴിച്ച് അടച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം. നമുക്ക് നടു ഒന്ന് കീറിയിട്ട്, നാട്ടിൽ എനിക്ക് തോന്നുന്നത് 4 കഷ്ണമൊക്കെ ആക്കിയിട്ടല്ലോ കേട്ടോ. ഒരു പഴത്തിനെ ഇങ്ങനെ 4 ഇതാക്കിയിട്ട്. പക്ഷെ നമുക്ക് 2 ആക്കിയത് നല്ല സോഫ്റ്റ് പഴല്ലേ, കുറച്ച് കട്ടിക്ക് ഇടാം. നമുക്ക് 3 പഴം ഇതിൽ കട്ട് ചെയ്തിടാം. പഴമൊക്കെ ഇട്ടിട്ട് ഇന്നിപ്പോൾ എന്താ ജ്യൂസ് അടിക്കുക? കുറച്ചിങ്ങനെ ബുളുബുളായ ഭാഗങ്ങളുണ്ടാവും കേട്ടോ, ഞാൻ അടുത്ത് ഒഴിവാക്കിയാണ്. പിന്നെ നമ്മളെ കൂടെ ഒരാള് നോമ്പില്ലാത്തവരുണ്ടെങ്കിൽ നല്ല സുഖം, എല്ലാ സാധനങ്ങളും ടേസ്റ്റ് നോക്കാൻ നമുക്ക് ആളുണ്ടാവും. അപ്പൊ നമ്മളെ പഴം മൊത്തം അതിൽ കട്ട് ചെയ്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ആക്കി എടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പാൽപ്പൊടി ഒക്കെ ഇടാം കേട്ടോ. ഇതിക്ക് പാൽപ്പൊടി ഇട്ട ഒന്നുകൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പക്ഷെ ഞാൻ പാലുള്ളതുകൊണ്ട് പാൽ തന്നെ ഇട്ടതാണ്. നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ മിക്സ് ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. എന്നിട്ട് ഒഴിച്ചിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിക്കാം. മാക്സിമം തീ കുറവുള്ള അടുപ്പിലിട്ടിട്ട് ഉണ്ടാക്കാം. നാട്ടിലൊക്കെ ആവുമ്പോൾ ഉമ്മ എന്താട്ടില്ല, ഈ പത്തിരി പാത്രല്ലേ, പത്തിരി ഉണ്ടാക്കണ ഇത് എന്താ പറയാ, ചൂടണ ആ ഒരു ഇതിലിട്ടിട്ട് അതിന്റെ മേലെ ഒരു പാത്രത്തിൽ വെച്ചിട്ട് വെക്കല്. ഫ്ലോപ്പ് ആവില്ല എന്ന് വിചാരിക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന്റെ കൂടെ നട്ട്സ് ഒക്കെ ഇടാം കേട്ടോ. അതിൻ്റെ അടുത്ത് നട്ട്സ് ഉണ്ടല്ലോ. മധുരം നോക്കിയേ, ഈ മധുരം മതി. നമുക്ക് ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഇതാക്കാം. അവിടെ ചെറിയ ഓട്ട അടക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചേ. തീ ഞാൻ ഏറ്റവും ചെറിയ തീയിൽ വെച്ചു. എനിക്ക് 10-12 മിനിറ്റ്. ഈ ആർക്ക് ഇത്രയും ചായ ഉണ്ടാക്കിക്കണേ? ഒരു ബക്കറ്റ് നിറച്ച് ചായ ഉണ്ടാക്കി ഇവിടെ. ഇനി നമുക്ക് അടുത്തത് ബ്രെഡ് വെച്ചിട്ട് നമുക്ക് ചിക്കൻ പോള ഉണ്ടാക്കാം. ബ്രെഡ് വെച്ചിട്ടുള്ള ചിക്കൻ പോള. കാരണം ബ്രെഡ് ഉണ്ട്, അതിന്റെ ഡേറ്റ് ചിലപ്പോൾ നാളെ മറ്റന്നാളായിട്ട് തീരുമ്പോൾ നമുക്ക് അത് ഉണ്ടാക്കിയിട്ട് സെറ്റാക്കാം. അപ്പോൾ ഇവിടുത്തെ ബ്രെഡ് ആണെങ്കിലും നല്ല സോഫ്റ്റ് ബ്രെഡാണ്. ഞാൻ അന്ന് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിട്ട്, പക്ഷെ ഇത് ലാസ്റ്റ് നല്ല ഫ്ലോപ്പായി പോയി. എന്നിട്ട് എന്തൊക്കെയോ കാട്ടിയിട്ടാണ് ആയത്. നമുക്ക് ബ്രെഡ് വെച്ചിട്ട് പോള ഉണ്ടാക്കാം. പോള ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ചിക്കൻ വേണം. ചിക്കൻ നമുക്ക് ഒന്ന് പൊരിച്ചെടുക്കാം. എന്ന് നമ്മൾ ഇതാക്കല്ലോ, ഉപ്പിട്ടിട്ട് പുഴുങ്ങിയെടുക്കലല്ലേ. നമുക്ക് ഇപ്രാവശ്യം അതൊന്ന് കുറച്ച് മസാല ആക്കിയിട്ട് ഒന്ന് പൊരിച്ചെടുത്തിട്ട് നമുക്കത് പോളാക്കാം. ഓക്കെ, ബാക്കിയുള്ള ചിക്കൻ ഒന്ന് ഇതാക്കിയെടുക്കാം. പിന്നെ ഞാൻ വെറും ബ്രസ്റ്റ് പീസ് മാത്രമായിട്ട് എടുത്തത്. അപ്പം നിങ്ങൾ എല്ലില്ലാത്ത പീസ് എടുത്തിട്ട് ഉണ്ടാക്കാൻ വേണ്ടി ട്രൈ ചെയ്യാം. എന്നൊക്കെ ഒരു കേക്ക് കൈൻഡ് ഓഫ് സാധനങ്ങളാവുന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ റബ്ബേ, ഇത്ര മതിയാവും നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമുക്ക് അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ എടുത്തേക്കാം. നമുക്ക് നെക്സ്റ്റ് ഡേ ഉപയോഗിക്കാം. നമുക്കിതിനെ ഇപ്പം തന്നെ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് പൊരിച്ചെടുക്കാം നമുക്ക്. എന്നാൽ പിന്നെ നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കഷ്ടപ്പെടണ്ടല്ലോ. നമ്മൾ ഇറച്ചി കേക്ക് ഒക്കെ ഉണ്ടാക്കൂലേ, അതേപോലെ തന്നെയാണ് ബ്രെഡ് പോള ഉണ്ടാക്കുക. ചായപ്പൊടി അവിടെ ഉണ്ടാവും മൂലയ്ക്ക്. മതി കട്ടാക്കിക്കോ. അപ്പൊ നമ്മള് ചിക്കനെ കുനുകുനാ അരിഞ്ഞിക്കണേ. ഇനി നമുക്ക് ഇതിക്ക് കുറച്ച് പൊടിയാളും കാര്യങ്ങളും ഇട്ടിട്ട് നമുക്ക് ഇതൊന്ന് ഉണ്ടാക്കി പൊരിച്ചെടുക്കാം. നമുക്ക് കുറച്ച് ചിക്കൻ മസാല ഇടാം. സാധാ നമ്മള് ചിക്കനൊക്കെ പൊരിക്കാൻ വേണ്ടി ഇടുന്ന മസാല ഉണ്ടാവില്ല, ആ മസാലപ്പൊടി തന്നെ ഇട്ടാൽ മതി. നമുക്ക് ചിക്കനിൽ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ആക്കിയിട്ട്
നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 2 മിനിറ്റ് വെക്കാം, 5 മിനിറ്റ് വെക്കാം, ഓർക്കണ്ട. അപ്പത്തിന് നമുക്ക് പോളെന്തായി? ഇതിന്റെ ഇടക്ക് ഇവിടെ ഉള്ള ഒരു വെഗിൾ ഇത് വന്ന് തുറന്നു നോക്കി, ഇത് എന്താന്നുള്ള പഠിച്ചോന് മാത്രം അറിയുള്ളൂ. എന്തൊക്കെ എങ്ങനെ വീഡിയോ എടുക്കണേ? സാധാരണ ഇങ്ങനെ മസാല ആക്കി കഴിഞ്ഞ ഇങ്ങനെ നാമം ചോക്കുന്ന സ്വഭാവം ഉണ്ട്. ഇതിപ്പോ പറ്റാത്തതുകൊണ്ട് ലക്ഷ്മിന്റെ നാമം ഇങ്ങനെ വെച്ചെടുക്കണം ഇടക്കിടക്ക്. കൊളാവില്ലാന്ന് വിചാരിക്കണു. തുറന്ന് നോക്കിന്റെ വല്ല എഫക്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ കാണാം. ഈ ചായ വൈകുന്നേരത്തിനുള്ള ചായ, നോമ്പറക്കാനുള്ള ചായ ഇപ്പൊ ഉണ്ടാക്കണത് 4 മണിക്ക്. നല്ലൊരു കുട്ടി. ഇന്നത്തത് കണ്ടങ്ങൾ ചിരിച്ച് ഊപ്പാടിളകും ഗൈസ്. കാരണം ഇത് ഏതൊക്കെ ആംഗിളിലെ വീഡിയോ എടുക്കണേ എനിക്ക് തന്നെ അറിയൂല. ക്യാമറ ഇങ്ങനെ അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു. ലക്ഷ്മി ഇവിടുന്ന് അങ്ങോട്ട് പറക്കുന്നു, അവിടുന്ന് ഇങ്ങോട്ട് പറക്കുന്നു. സീനാണെന്ന്. നല്ല രസമുണ്ട്, ചിരിക്കാണ്ട് കുറെ നോക്കിയിട്ട്. എനിക്ക് കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടാവോന്ന് എനിക്കറിയില്ല. നല്ല രസമുണ്ട്. എന്തായാലും നല്ല ഫണ്ണി സൺഡേ ആയി പോയത്. നമുക്ക് ഇനി പോളേക്കുള്ള ചിക്കൻക്കുള്ള മസാലക്ക് വേണ്ടിയിട്ട് ഉള്ളി നമുക്ക് കട്ട് ചെയ്യാം. ഞാൻ കുനുകുനാ 360 ആംഗിളിലൊക്കെ തിരിയണ ക്യാമറ റബ്ബേ. ഞാൻ ഈ ടെമൂന്ന് വാങ്ങിയ ഒരു കുഞ്ഞു ട്രൈപോഡാട്ടോ യൂസ് ചെയ്യണത്. ആ ട്രൈപോഡ് വെച്ചിട്ട് ഇവിടെ ഗിംബൽ യൂസ് ചെയ്യണ പോലെയാണ് ഇവിടെ ഓരോരുത്തർ ചെയ്തുകൊണ്ടിരിക്കണേ. ഞാൻ ഇൻഷാല്ല ക്യാമറമാൻ നമ്മളോട് പെർമിഷൻ തന്നാൽ നമ്മൾ ഒരു ദിവസം അവളെ കാണിച്ചു തരുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ എന്തിനാ കരയണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഇവിടുത്തെ ഈ വൈറ്റ് ഉള്ളിക്ക് ഉണ്ടല്ലോ ഭയങ്കര ഗ്യാസ്, നമ്മളെ നാട്ടിലത്തെ ഉള്ളിനേക്കാൾ ഗ്യാസാ. ഞാന് അത് റൂം ടെമ്പറേച്ചറിലാവാൻ വേണ്ടി വെച്ചതാ. ഇജ്ജാ പോള ഇടക്കൊന്ന് നോക്കണേ. തുറന്നു നോക്കാനല്ല പറഞ്ഞത്. നമ്മൾ സാധാരണ മല്ലിയില വാങ്ങാൻ പോകുമ്പോ കുറച്ചല്ലേ കിട്ടുള്ളൂ. ഇന്നത്തെ ബണ്ടിലൊക്കെ അത് നമ്മളെ സാധാ പൈസക്ക് ഉള്ളതിനുള്ളൂ. പക്ഷെ 1000 സോമിന്. പക്ഷെ ഇത് ഭയങ്കര ഉണ്ട്. ഞാൻ അവിടെ തെരഞ്ഞെടുത്തതാ. ഞാൻ നോക്കട്ടെ എല്ലാരും ചിരിക്കുക. ഞാൻ കൊറേ എടുത്ത് അങ്ങോട്ട് വെച്ച് ഇങ്ങോട്ട് വെച്ച് അങ്ങനെയൊക്കെ വെച്ചിട്ട് എടുത്തത്. നമ്മളെ പോള കായ്പോള നല്ല പൊന്തി വന്നിക്കണ്. എല്ലാം ഒരു കൈൻഡ് ഓഫ് പോള ആയതുകൊണ്ട് ഈ പേരുകൾ ഭയങ്കരമായിട്ട് മാറുന്നു. നമുക്ക് പോളക്ക് പകരല്ലേ അതിനെ നമുക്ക് ചിക്കൻ റോൾ പോലെ ആക്കിയാൽ അല്ലേ വേണം പോള. നമുക്കൊരു 3/4 കപ്പ് അരിയാണ് ഞാൻ എടുത്തിക്കണേ. കാരണം നമ്മൾ 3 പേർക്ക് ഈ റൈസ് എന്തായാലും മതിയാവും. കാരണം നമ്മൾ അത്താഴത്തിന് സാധാ ചോറ കഴിക്കുക. നമ്മള് എന്തായാലും ഇത്ര കഴിക്കുള്ളൂ. കാരണം സ്നാക്സ് ഒക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് റൈസേ കഴിക്കുള്ളൂ. അതുകൊണ്ട് നമുക്ക് നെയ്ച്ചോറിന് ഒരു 3/4 കപ്പ് ഈ ഒരു കപ്പിന് അരി എടുക്കാം. ചിക്കൻ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. പോള നോക്കി പൊന്തിയത് കാണിച്ചു കൊടുക്കാം. നമ്മളെ കായ്പോള അടിപൊളിയായിട്ട് പൊന്തിയാണ്. പിന്നെ ഇടക്കൊന്നും ഒരു വട്ടം ഇത് തുറന്നേ. എന്നാലും സിഎം എന്താ ഹൗണ്ടാ പുതിയ പേരൊക്കെ കണ്ടുപിടിച്ച് ആളെ ഇവളെക്കാൾ മടിയാ സ്ക്രീനിൽ വരാൻ. ഇവരൊക്കെ വിചാരം ഒരു വലിയ സംഭവങ്ങളാണ്. വന്നപ്പോ എന്താ പ്രശ്നം? ഇതൊന്നും താവട്ടെ. നമ്മൾ പൊന്തിച്ചു നോക്കിയ സ്ഥിതിക്ക് ജസ്റ്റ് നമ്മളെ കായ്പോള ഏകദേശമൊക്കെ വെന്തണേ. നമുക്കിതൊന്ന് മറിച്ചിട്ടിട്ട് ഒന്നുകൂടെ വേവിക്കണം. സീനില്ലാണ്ട് കിട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇത് കിട്ടും നമ്മൾ വിചാരിച്ചില്ല. അപ്പൊ നമ്മൾ പ്രതീക്ഷിക്കാതെ കിട്ടിയിട്ട് ഒച്ചപ്പാടുകൾ കണ്ട്. നമുക്ക് ഇന്ന് കുക്കറിൽ നെയ്ച്ചോറ് ഉണ്ടാക്കാം. ഇപ്പൊ എനിക്ക് നെയ്ച്ചോറിന്റെ വൈറ്റ് കളർ ഇന്ന് വേണ്ടാന്നൊരു ആഗ്രഹം ഉള്ളതുകൊണ്ട് ഞാൻ ചിലപ്പം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് മഞ്ഞച്ചോറ് പോലെ ആക്കും. കുറച്ച് ബട്ടറും കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചിട്ടാണ് നെയ്ച്ചോറ് ഉണ്ടാക്കണേ. ആദ്യമൊക്കെ നാട്ടിൽ നിന്ന് എപ്പോഴും മിൽമ നെയ്യൊക്കെ കൊണ്ടിരിപ്പിക്കായിരുന്നു കേട്ടോ. അപ്പൊ പിന്നെ ആ പരിപാടിയൊക്കെ നിർത്തി. ഇതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്കായ, പിന്നെ ബേ ലീഫ് ഇട്ട് കൊടുക്കാം. നമുക്കതിലേക്ക് അരിഞ്ഞിട്ടുള്ള സവാള ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഗരം മസാലയും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണ്ടേ. ഇങ്ങനല്ല പ്രോപ്പർ നെയ്ച്ചോറ് ഉണ്ടാക്കുക. പക്ഷെ എനിക്ക് ഇന്ന് ഇങ്ങനെ ഉണ്ടാക്കാനാണ് ഒരു മൂഡ് വരുന്നത്. ഇതൊരു ചെറിയൊരു ലൈറ്റ് മഞ്ഞ കളർ ചോറായാൽ കൊള്ളാം എന്നുണ്ടായിരുന്നു. നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഗരം മസാല ഇട്ട് കൊടുക്കാം.
നമ്മൾ 3 മുട്ട എടുത്തിന്. മുട്ടയ്ക്ക് കുറച്ച് സാൾട്ടും പിന്നെ നമ്മൾ കുറച്ച് മല്ലിയില ഇട്ടിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ട് കൊടുക്കാം. നമുക്ക് പെപ്പർ പൗഡർ ആണ്, പെപ്പർ പൗഡർ എടുക്കാം കേട്ടോ. കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ടിട്ട് ഒരു പിഞ്ച് കുറച്ച് പാലും കൂടെ ഒഴിച്ചാൽ ഇത് കറക്റ്റ് ആവുള്ളൂ കേട്ടോ കൺസിസ്റ്റൻസി. നമുക്ക് പാലും കൂടെ ഒഴിച്ചിട്ട് ഇതൊന്ന് നമുക്കൊരു ബാറ്റർ ആക്കിയിട്ട് എടുക്കാം. ഇതിൽ മുക്കിയിട്ടാണ് നമ്മൾ ബ്രെഡ് വെക്കേണ്ടത്. ഇതിൽ നമ്മളെ ബ്രെഡിനെ ഒന്ന് സോക്ക് ചെയ്തിട്ടാണ് നമ്മൾ അടുക്കി വെക്കേണ്ടത് കേട്ടോ. നമുക്കിങ്ങനെ അടുക്കി വെച്ച് കൊടുക്കാം. ഫില്ലിങ്സ് ഇതിൽ ഇട്ട് കൊടുക്കാം. മസാല മൊത്തം ഇതിലൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ബാലൻസ് ബ്രെഡും കൂടെ ഇതിൽ മുക്കിയിട്ട് ഇതിൻ്റെ മേലെ നമുക്ക് ഇതിങ്ങനെ അടച്ചു കൊടുക്കാം കേട്ടോ. നമ്മൾ ഇതിൻ്റെ മേലെ ഇത് വെച്ച് കൊടുക്കുകയാണ്. വെച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അതിൻ്റെ മേലെ വെയിറ്റിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു കുപ്പി കയറ്റിക്കൊണ്ട് കേട്ടോ. കറക്റ്റ് 10 മിനിറ്റിൽ നമ്മൾ ഈ സാധനം റെഡിയാവും. ഇവിടെ വന്നാ നമ്മളെ നെയ്ച്ചോറ് ഉണ്ടാക്കി റെഡി ആയിക്കണേ. ഹായ്, ഈ ഒരു കളറാണ് ഞാൻ ആഗ്രഹിച്ചിരുന്ന കളർ. കണ്ടാ മഞ്ഞച്ചോറ്. നമ്മളെ പോള നല്ല ഫ്ലോപ്പായ പോള ആയതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ മറിച്ചിടാൻ എന്ത് കാട്ടും എന്ന് എനിക്കറിയൂല. അതാണ് പിന്നെ എൻ്റെ മനസ്സിൽ ഏറ്റവും വലിയ ടെൻഷൻ. ഇതിനെ ഞാൻ എങ്ങനെ ഇനി മറിച്ചിട്ട് വേവിക്കും എന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ എന്തൊക്കെയുള്ള സ്നാക്കും ഫ്രൂട്ട്സൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കണേ. പിന്നെ ഇത് ഈ സൗദിയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം മാമൂല് പറഞ്ഞിട്ട്. ഇതിൻ്റെ ഉള്ളിൽ ഡേറ്റ്സ് ആട്ടോ സാധനത്തിൻ്റെ ഉള്ളിൽ. പിന്നെ നമ്മളെ പോള സെറ്റ് ആയിക്കണേ, കായ്പോള. ഇനി കുറച്ച് സീനായത് നമ്മളെ ബ്രെഡ് പോളയാണ്. കാരണം ഞാൻ ഉണ്ടാക്കിയ പാത്രം കുറച്ച് അലമ്പായതുകൊണ്ട് അത് കിട്ടാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടായിപ്പോയി. അപ്പം നമ്മൾ വേറെ പാത്രത്തിലൊക്കെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കും. ഷേപ്പ് വൈസ് കുറച്ച് മാറ്റം വന്ന് നമുക്ക് ടേബിളൊക്കെ വൃത്തിയാക്കിയിട്ട് നമുക്ക് നോമ്പറക്കുള്ള പരിപാടി നോക്കാം. നമ്മൾ നോമ്പറക്കുള്ള എല്ലാ സാധനങ്ങളും സെറ്റ് ചെയ്യണം. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം ഈ ചെറിയ വീഡിയോ. എനിക്ക് തോന്നുന്നു ഡേ ബൈ ഡേ വീഡിയോയുടെ ലെങ്ത് കൂടി വരുന്നുണ്ട്. ഇന്നെ കുറേ വീഡിയോ ഞാൻ കട്ട് ചെയ്ത് ഏകദേശം 1.5 മണിക്കൂറിനായി ടോട്ടൽ വീഡിയോസ് എടുത്തത്. അതിന്ന് എഡിറ്റ് ചെയ്ത് ഞാൻ കുറച്ചാക്കിയിരിക്കണം. ഞാൻ കുറച്ച് മതി എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ചുകൂടെ ക്ലാരിറ്റി ഉണ്ട്, കുറച്ചുകൂടെ നല്ല ആംഗിളാണ് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. ഇഷ്ടമായില്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ നെക്സ്റ്റ് അടിപൊളി വീഡിയോയും കാര്യങ്ങളായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിടുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എല്ലാം ചെയ്യുക. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ.